ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ഒന്നാമതൊരു അൽഫാം നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മയണൈസും ചെയ്തെടുക്കാം. നമുക്ക് ഒരുപാട് വില കൊടുത്ത് പുറത്തൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ കോഴി മേടിക്കുക. കോഴി എന്താ പറയുക, നാല് പീസായിട്ട് നമ്മൾ മുറിച്ച് വാങ്ങിക്കണം. ഒരു വെയിറ്റ് കുറഞ്ഞ കോഴി മതി. അപ്പം നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ലാവിഷായിട്ട് കഴിക്കാനുള്ളത് കിട്ടും. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. അൽഫാം ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെയിറ്റ് കുറഞ്ഞ ചിക്കൻ വേണം എപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട്. അതിപ്പോൾ നാടൻ കോഴി ആയാലും ബോയിലർ ആയാലും വെയിറ്റ് കുറഞ്ഞ ചിക്കൻ നോക്കിയിട്ട് വേണം നമ്മൾ അൽഫാമിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ. അതൊരു 4 പീസായിട്ട് മുറിച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുറിച്ചുകൊണ്ട് വന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകണം. വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വിനാഗിരിയിലും നാരങ്ങ നീരൂടെ മിക്സ് ചെയ്ത വെള്ളത്തിലൊന്ന് മുക്കി വെക്കുക. അപ്പം നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് മസാല പുരട്ടി ഗ്രില്ല് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂറായി. ഇതിനകത്ത് കുറച്ച് വിനാഗിരിയും നാരങ്ങ നീരും ഉണ്ട്. അരമണിക്കൂർ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇനി ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം, മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. നന്നായിട്ട് വരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്ത് നന്നായിട്ട് ഉപ്പ് തേച്ച് പിടിപ്പിക്കുക. നമ്മുടെ ഈ ചിക്കനിലേക്ക് നന്നായിട്ട് ഞാൻ ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കൂടുതൽ തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. മസാലയൊക്കെ പുരട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉപ്പ് വേണം ആദ്യം ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് 2 വശവും ഉപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഓരോ പീസിലും. കണ്ടോ, ഇതുപോലെ മൊത്തത്തിൽ നന്നായിട്ട് ഉപ്പ് തേച്ച് പിടിപ്പിക്കുക. ഉപ്പ് ഒരുപാട് കൂടിയൊന്നും പോകത്തില്ല. എല്ലാ പീസിലും ഇതുപോലെ നന്നായിട്ട് അകത്തേക്കൊക്കെ നന്നായിട്ട് ഉപ്പ് തേച്ച് പിടിപ്പിക്കുക. ഞാൻ ഇന്ന് ഇന്ദുപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഉപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഉപ്പ് തേച്ചിട്ട് ഒരു 5 മിനിറ്റ് അതൊന്ന് പിടിക്കാനായിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. മസാല തയ്യാറാക്കിയെടുക്കാൻ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഞാനൊരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും എടുക്കാം. ഒരു 4 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. അതൊരു 2 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇനി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 3-4 കഷ്ണം ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, വലിയ അല്ലി വെളുത്തുള്ളിയാണ്. അത് നമ്മൾ തൊലി കളയാതെ തന്നെയാണ് ഇതിനാക്കി ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ട് തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമ്മളിത് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മസാലക്കൂട്ടിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ്. ഞാൻ ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അരമുറി ചേർത്തിട്ടുണ്ട്. നമുക്ക് അരമുറിയുടെ നീര് കൂടി ചേർക്കാം. നാരങ്ങ നീരില്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതിയാവും. ഇനി സൺഫ്ലവർ ഓയിൽ കുറേശ്ശെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എണ്ണ ആവശ്യമാണെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരുപാടങ്ങ് ലൂസ് ആവണ്ട. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതിയാവും. ഇനി നമുക്ക് ആ മസാല കൂട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരല്പം മതിയാവും. ആ എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ ചൂടായി വരുമ്പം നമ്മൾ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മസാല കൂട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അൽഫാമിന് കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും. ആ രീതിയിലുള്ളൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരിയും ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും എടുത്ത് അടുത്ത അൽഫാം ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാം. അപ്പോൾ ഒരുപാട് കൂടിപ്പോയെന്ന് പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ ഒരുപാട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. മുളകൊക്കെ അല്ലേ, അപ്പം നന്നായിട്ട് ചൂടായിട്ട് ആ മൂക്കുമ്പോൾ നമുക്കൊരു സ്മെല്ല് വരുമല്ലോ. ഒരുമാതിരി തുമ്മലൊക്കെ വരാൻ പോകുന്ന ആ ഒരു
പരുവാവുന്നത് വരെ മീഡിയം ടു ലോ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, മൂക്കൊക്കെ നന്നായിട്ട് എരിഞ്ഞ് വരുന്നുണ്ട്, ആ ഒരു എരിവ് കൊണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസസിലേക്ക് ഈ മസാല ഒന്ന് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ ഉപ്പ് തേച്ച് വെച്ചിട്ട് ചിക്കനിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അത് നമുക്കൊന്ന് ഊറ്റിക്കളയാം. അതിനുശേഷം നമ്മൾ ഇപ്പം ചൂടാക്കി വെച്ചിട്ടുള്ള മസാല തണുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഓരോ ചിക്കൻ പീസിലായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഉപ്പ് തേച്ച് പിടിപ്പിച്ച പോലെ ഈ മസാല കൂട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതിൻ്റെ ഇടയിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് കയറണം, അല്ലെങ്കിൽ പുറം ഭാഗത്ത് മാത്രമായിട്ട് പോകും മസാല. ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഉണ്ടോ? നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്നൊന്നും ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റില്ല. നല്ലൊരു ടേസ്റ്റ് കഴിക്കണമെങ്കിൽ അത്രയും ടൈം നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. നമ്മൾ ഈ ഇടയ്ക്കോട്ടൊക്കെ നന്നായിട്ട് മസാലകൾ അങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക. എന്ന് വെച്ചാൽ ഓവറായിട്ട് തേക്കരുത്, അത് നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് പൊഴിഞ്ഞ് ഇങ്ങനെ താഴേക്ക് വിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. എല്ലാ ചിക്കൻ പീസസിലും ഇതുപോലെ നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. നമ്മൾ അൽഫാമൊക്കെ ഉണ്ടാക്കുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടുന്ന എങ്ങനെ, നല്ല എരിവ് വേണം കേട്ടോ. നല്ല എരിവ് അതിന് വേണം. അതുപോലെ തന്നെ ഒരുപാട് ഡ്രൈ ആവാൻ പാടില്ല, നല്ല സോഫ്റ്റും ആവണം. അല്ലേ? അങ്ങനെ കഴിക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ എരിവ് നന്നായിട്ടുണ്ടാവും. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള എരിവ് നന്നായിട്ട് ഇതിനകത്ത് ഉണ്ടാവും. നമുക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മയണൈസും കൂടെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ബ്രസ്റ്റ് പീസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിലോട്ടൊക്കെ നന്നായിട്ടങ്ങ് മസാല അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. ലെഗ് പീസിനെക്കാളും കൂടുതൽ ഇതിൻ്റെ ഇടയിലേക്ക് നന്നായിട്ടങ്ങ് മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ട് വേണം നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ. അകത്തേക്കൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. കുറച്ച് മസാല ഇത്രയും കൂടെ ഉള്ളൂ, ബാക്കി മസാലയൊക്കെ നമ്മൾ ഇതിലേക്കൊന്ന് തേച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടി ചേർത്തിട്ട്. നമ്മൾ ഈ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും മിനിമം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. എന്നിട്ട് മാത്രമേ ഗ്രില്ല് ചെയ്യാവൂ. എന്നാലേ നമുക്ക് ആ സോഫ്റ്റായിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഉടനെ ഗ്രില്ല് ചെയ്യരുത്. മിനിമം ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ 1 മണിക്കൂറായിട്ട് ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. നാല് പീസായിട്ടല്ലേ നമ്മൾ മുറിച്ചേ, ആ 4 പീസും ഇതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെസ്റ്റ് പീസ്, ഈ മസാലകൾ അതിനകത്ത് ആ പാത്രത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ ട്രേ നമുക്ക് ഓവനിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഓവൻ പ്രീ ഹീറ്റ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി ഓൺ ചെയ്യുക. ഇത് അങ്ങോട്ട് വെക്കുക, ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഫങ്ഷൻ ഏതാണെന്ന് വെച്ചാൽ അത് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഫിലിപ്സിൻ്റെ ഓവനാണ്, OTG ഓവനാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ മേളിലും താഴെയും ഒരേപോലെ ഹീറ്റ് വരുന്ന രീതിയിലാണ് ഇതിപ്പോൾ സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതിലൊരു ഓപ്ഷൻ കിടപ്പുണ്ട്, BAGEL ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ മിനിമം 1 മണിക്കൂറെങ്കിലും വേണം. എന്നാലേ നന്നായിട്ട് നമുക്കിതൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്യാൻ ഏകദേശം 1 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പോൾ അത്രയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കൻ അവിടെ നിന്ന് ഗ്രില്ലാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്കൊന്ന് മയോണൈസ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറാണ് നമ്മൾ എടുക്കേണ്ടത്. അതിലേക്ക് മുട്ടയുടെ വെള്ള ചേർത്താൽ മതി, മഞ്ഞ നമുക്ക് ആവശ്യമില്ല. മുട്ടയുടെ വെള്ള മാത്രമാക്കി നമുക്കൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മഞ്ഞ മാത്രം മാറ്റിയിട്ട് വെള്ളം മാത്രം എടുക്കുക. എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിന്ന് 2 മുട്ടയുടെ വെള്ളയിലാണ് ചെയ്യുന്നത്. ഉണ്ടോ? വെള്ളമെല്ലാം നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലെ ചെയ്താൽ നമുക്ക് വെള്ളം പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ലാസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം മൊത്തം ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തേക്ക് മുട്ടയുടെ മഞ്ഞ മാത്രമേ ഉള്ളൂ, അത് നമുക്ക് മാറ്റാം. അതുപോലെ
രണ്ടാമത്തെ മുട്ടയുടെ മേൽഭാഗം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുറച്ച് ചെറിയൊരു ഭാഗം മാത്രം ഉണ്ടോ. ഇനി വെള്ളം ഇതിലേക്ക് വീണോളും. തോട് വീഴാതെ നോക്കണേ, നമുക്ക് വെള്ളം മാത്രം മതിയാവും. 2 മുട്ടയുടെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്താൽ മതി, പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇപ്പോൾ ഒരു അല്പം ഉപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഒരല്പം പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഒരല്പം മതിയാവും കണ്ടോ, ഒരല്പം പഞ്ചസാര. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് നാരങ്ങയുടെ നീരാണ്. ഇതേ ഒരു അരമുറി നാരങ്ങ ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട്. നാരങ്ങ നീരില്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി. ഇനി ഈ ജാറൊന്ന് അടച്ചിട്ട് നമുക്കിതേ സാധാരണ നമ്മൾ റൈറ്റിലോട്ടാണ് തിരിക്കുന്നത്, ക്രഷ് ചെയ്യത്തില്ലേ, അതുപോലെ ലെഫ്റ്റിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവാനാണ്. കണ്ടോ, നല്ല പാല് പോലെ നന്നായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരല്ലി വെളുത്തുള്ളിയാണ്, അത് 2ആയിട്ട് ഞാനൊന്ന് മുറിച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊരല്പം മതിയാവും, ഒരുപാടൊന്നും ആവശ്യമില്ല. ഒന്നും കൂടി നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് ലോങ്ങായിട്ടൊന്നും പോകണ്ട, ഇതുപോലെ ആക്കി എടുത്താൽ മതി. കണ്ടോ, ഇനി നമ്മുടെ മയോണൈസ് ഒന്ന് കട്ടിയാവണം. അപ്പോൾ അതിലേക്ക് നമുക്കിനി ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ ഒരിക്കലും ചേർക്കരുത്, സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർക്കും തോറും ഇത് നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് വരും. അത് ഒന്നിച്ച് ചേർക്കരുത്, കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കണ്ടോ, ചെറുതായിട്ട് കട്ടിയായിട്ട് വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. കണ്ടില്ലേ, കുറുകി വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് കട്ടിയാവണമെങ്കിൽ അതിനനുസരിച്ചിട്ട് എണ്ണ ചേർക്കാം. ഒത്തിരി ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് കുറുകിയ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്താക്കാം. ദേ കണ്ടോ, ഇനിയും നമുക്ക് കുറച്ചും കൂടി ഇത് കട്ടിയാക്കി എടുക്കാൻ പറ്റും. കുറച്ചും കൂടി എണ്ണ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എന്തായെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അൽഫാമൊക്കെ കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിടുന്ന ഫംഗ്ഷന് 1 മണിക്കൂറൊന്നും ടൈം ഉണ്ടാവില്ല. പക്ഷേ അത് ഓഫായി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1 മണിക്കൂറെങ്കിലും ഇരുന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ഗ്രില്ലാക്കി ഇട്ടു. പിന്നെ ഓരോ അരമണിക്കൂർ ഇടവിട്ട് നമ്മളിതിലേക്ക് കുറച്ച് എന്താ പറയുക സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മേലിൽ. എന്നാലേ അത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഹരി എങ്ങനെയുണ്ട്? കഴിച്ചോ?